ആ കുറേ കാലയിൽ പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ആ ആരുമില്ല, നിലവിൽ ആരും. പൊളിഞ്ഞ കെട്ടിടത്തിനടിയിൽ എന്തെങ്കിലും ഓഫീസ് മുറികളുണ്ടായിരുന്നു? ഇല്ല ആരും ഇല്ലായിരുന്നു. ഓഫീസ് മുറി ആ കെട്ടിടത്തിന് തൊട്ട് താഴെ? ഇല്ല ഓഫീസ് മുറിയില്ല. ക്ലോക്ക് ടവറിന് താഴെയില്ല? ആരുമില്ല, ഒന്നുമില്ല. അതിൻ്റെ നേരെ സ്റ്റെപ്പാണിത്. രണ്ടിന്ന് ഇറങ്ങണ സ്റ്റെപ്പാണിത്, മനസ്സിലായോ? സ്റ്റെപ്പ് ഉൾപ്പെടെയാണ് പൊളിഞ്ഞത്? ആ സ്റ്റെപ്പ് ഉൾപ്പെടെയാണ് പൊളിഞ്ഞത്. ഇത് പെട്ടെന്ന് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കേനി, പെട്ടെന്ന് ഇത് ഒരു സൗണ്ട് കേട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ ഇത് ഒന്നായിട്ട് മറിഞ്ഞു വേണം. ചേട്ടൻ നേരിട്ട് കണ്ടു? ആ നേരിട്ട് കണ്ടു. ഭൂമി കുലുക്കമെന്നൊക്കെ വിചാരിച്ചു നമ്മൾ പെട്ടെന്ന്. അപ്പോൾ ആളുകളൊക്കെ പേടിച്ച് ഇങ്ങോട്ട് ഓടി. ആ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഭാഗം മുഴുവൻ അങ്ങ് അടർന്നു വീണു? ഒരു പകുതി ഭാഗം വീണ്. പക്ഷേ അവിടെ ഇനിയും ഭാഗം സൈഡായിട്ട് കിടക്കുകയാണ്. ഒരു ചെറിയ കാറ്റ് വന്നാലും വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വീഴുമായിരിക്കും. ആ അതെ. ഈ സമയത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ 1 മണിക്കാണെങ്കിൽ ഇത് 2:05 എടുക്കുന്ന വണ്ടിയാണ്. എവിടേക്ക് പോകുന്ന വണ്ടിയാണ് ഇത്? കണ്ണൂർ പാസഞ്ചറാണ്, കോഴിക്കോട് കണ്ണൂർ. രാവിലെ 9 മണിക്ക് വന്ന് നിർത്തുന്നതാണ്. 9 മണിക്ക് വന്ന് നിർത്തി ഉച്ചയ്ക്ക് എടുക്കുന്ന വണ്ടി? ഉച്ചയ്ക്ക് 2:05. പക്ഷേ 2:05 ഇവിടെ 1 മണിക്കൊക്കെ ആൾ എപ്പോഴും ഉണ്ടാവും. ആ സമയത്തൊട്ടാണെങ്കിൽ വലിയ ഒരു വിപത്തായിരുന്നു ഉണ്ടായത്. അപകടം നടക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഭാഗത്ത്? ആളുണ്ടായിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെയും ഒപ്പം തന്നെ RPF ഒക്കെ ഓഫീസുകളില്ല? അതാ ഇതിൻ്റെ ലാസ്റ്റ് ഇതിനപ്പുറത്ത് ഈ ഭാഗത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ല. ഈ ഭാഗത്ത് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. വണ്ടി പുറപ്പെടാൻ നേരമാണ് വരിക അവർ. ഇതൊക്കെ പൊളിക്കാനിരുന്ന കെട്ടിടമല്ലേ? പൊളിക്കാനിരുന്ന കെട്ടിടം. ഇത് കണ്ട ദൃസാക്ഷിയാണ് ഇദ്ദേഹം. മറ്റ് അടുത്ത ഫ്ലാറ്റ് മുമ്പിൽ ഉണ്ടായിരുന്നല്ലേ? അതെ. ഓപ്പോസിറ്റ് അവിടെയുള്ള 1ാമത്തെ ഫ്ലാറ്റ് മുമ്പിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നിന്ന് ഇത് വീഴുന്ന കണ്ട് ഓടി വന്നതാണ്. ഭാഗ്യത്തിനാണ് വലിയ അപകടം ഒഴിവായത്. ഈ സൈഡിൽ കിടക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കണ്ണൂർ കോഴിക്കോട് പാസഞ്ചറാണ്. ഉച്ചയ്ക്ക് 2:05 എടുക്കേണ്ട ട്രെയിനാണ്. രാവിലെ 9 മണിക്ക് പോകുന്ന ട്രെയിനാണ്.